പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണത്തിൽ അന്വേഷണ സമിതി ഇന്ന് KPCCക്ക് റിപ്പോർട്ട് കൊടുക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. ഇന്ന് വൈകുന്നേരത്തോടെയാവും റിപ്പോർട്ട് KPCC അധ്യക്ഷന് നൽകുക. പുലിവാലി പിടിച്ചതാണ് അദ്ദേഹം ആകെ കൂടെ പറഞ്ഞത് പരിശോധിച്ചാൽ ഇദ്ദേഹം തെറ്റ് ചെയ്തതായി നമുക്ക് തോന്നുകയില്ല. ഞാനത് മുഴുവൻ കേട്ടു നോക്കി. പാലോട് രവി ശരിക്കും പുലിവാലി പിടിച്ചതാണ്. കൂടുതൽ വിവരങ്ങളുമായി സലീം മാലിക്ക തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. സലീം, പാലോടിനെ മോചിപ്പിക്കുമോ? നമുക്ക് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് സൂചനകൾ പ്രകാരം ആ നിലയിൽ പാലോട് രവിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളൊന്നും ആ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ് എന്നുള്ളതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ റിപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് വൈകുന്നേരമേ സമർപ്പിക്കൂ. പ്രാദേശികമായി ഉണ്ടായ വിഭാഗീയതയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ളതാണ് റിപ്പോർട്ട്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് തർക്കം അതിലുണ്ടോ എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഈ റിപ്പോർട്ട് സമർപ്പിക്കാനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ നേരിൽ കണ്ടാകും റിപ്പോർട്ട് സമർപ്പിക്കുക. ഒരാഴ്ച സമയമെടുത്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം പഠിക്കുകയും ഓരോരുത്തരിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. അത് ഈ പാലോട് രവിയെ നേരിട്ട് കണ്ട വിശദാംശം തേടി. ഒപ്പം തന്നെ പുല്ലമ്പാറ ജലീലിനോട് അദ്ദേഹം സംസാരിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ അവിടെ നിന്നും സംസാരിച്ചു. അങ്ങനെ വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പാലോട് രവി ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു നിലപാടിലേക്ക് KPCC തന്നെ പിറ്റേ ദിവസം തന്നെ എത്തിയിരുന്നു. രാജി ചോദിച്ചു വാങ്ങിയതിന് ശേഷം അത് വേണ്ടിയിരുന്നില്ല എന്നൊരു നിലപാട് KPCCക്ക് തന്നെ ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ മനഃപൂർവ്വമായി പറഞ്ഞതല്ല, ഒരു ശാസനാരൂപത്തിൽ പറഞ്ഞതാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് KPCC എത്തിയിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ റിപ്പോർട്ടിലും ആ നിലയിലാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.